Dear students, welcome to Phoenix Learning App. അപ്പോൾ ശ്രദ്ധിക്കണം, ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും 2020 നീറ്റ് എക്സാം നടന്നു കഴിഞ്ഞു. ആ നീറ്റ് എക്സാമിൽ ഫിസിക്സിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ ആ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയായിരുന്നു? സിമ്പിളായിട്ടുണ്ടാകുന്ന, ഈസി ആയിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒക്കെ ഡയറക്റ്റ് ആയിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചിരുന്നത്. എന്തായിരുന്നാലും അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് E2 കോഡാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കണേ, E2 കോഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിലെ ക്വസ്റ്റ്യൻസുകളും എങ്ങനെയൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സുകൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബ്രീഫായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ആണെങ്കിൽ E2 കോഡിലെ 46ാമത്തെ ക്വസ്റ്റ്യന് മുതലാണ് ഏത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് 46ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കി. എന്താ പറയുന്നത്? ദ ലൈറ്റ് വിത്ത് ആൻ ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് 20 വെബർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഫാൾസ് ഓൺ എ non-reflecting surface at normal incidence having surface area 20 centimeter square. The energy received by the surface during the time span of 1 minute is. സ്വാഭാവികമായിട്ട് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എനർജി ആയിരുന്നു. ഇവിടെ നോക്കണേ, ആ ഒരു 46ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാകുന്ന വാല്യൂസുകൾ ഏതൊക്കെയായിരുന്നു? ഫ്ലെക്സ് തന്നിട്ടുണ്ടായിരുന്നു, മാത്രമല്ല ഏരിയ തന്നിട്ടുണ്ടായിരുന്നു, ടൈം തന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? U ഈസ് ഈക്വൽ ടു ഏതാ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഫ്ലെക്സ്, സോ IAT ഈസ് ദി റിലേഷൻ. ഓർത്തിരിക്കണേ, ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്? U ഈസ് ഈക്വൽ ടു IAT. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ തന്നിട്ടുണ്ടാകുന്ന വാല്യൂസുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, സ്വാഭാവികമായിട്ടും U ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫ്ലെക്സ് തന്നിട്ടുണ്ട്. നോക്കണേ, ഫ്ലെക്സ് എത്രയാണ് തന്നിട്ടുള്ളത്? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെന്തിലേക്ക് മാറ്റണം? മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? 10⁴ എന്ന് വരും. ശ്രദ്ധിക്കണേ, 20 10⁴ എന്ന് വരും. ഇൻറ്റു ഏരിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏരിയ എത്ര തന്നിട്ടുള്ളത്? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സോ 20 × 10⁻⁻⁴ വരും. ടൈം എത്ര തന്നിട്ടുള്ളത്? ഇറ്റ്സ് 1 minute, വിച്ച് മീൻസ് 60 seconds. വളരെ സിമ്പിൾ. ഇനി എന്ത് ചെയ്താൽ മതി? 10⁻⁴ 10⁻⁻⁴ ക്യാൻസൽ. ദെർഫോർ U ഈസ് ഈക്വൽ ടു 6 × 4 എത്രയായിരിക്കും? 24. ദെർഫോർ 24 × 10³ ഇസ് ദി ആൻസർ. സോ ആൻസർ എത്രയാണ്? തേർഡ് വൺ ഇസ് ദി കറക്റ്റ് ആൻസർ. ശ്രദ്ധിക്കണം, തേർഡ് വൺ ആണ് എന്തുള്ളത്? കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? സിമിലർലി അതേപോലെ ശ്രദ്ധിക്കണം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരുന്നത്? ഫോർ ട്രാൻസിസ്റ്റർ സെക്ഷൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണേ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ബേസ് എമിറ്റർ ആൻഡ് കളക്ടർ റീജിയൻ ഷുഡ് ഹാവ് സെയിം ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. തെറ്റാണെന്ന് നമുക്കറിയാം. രണ്ടാമത്തതോ? ബേസ് എമിറ്റർ ആൻഡ് കളക്ടർ റീജിയൻ ഷുഡ് ഹാവ് സെയിം സൈസ്. ഒരിക്കലും അല്ല. പിന്നെയോ? ദ ബോത്ത് എമിറ്റർ ജംഗ്ഷൻ വിൽ ആസ് കളക്ടർ ജംഗ്ഷൻ ആർ ഇൻ ഫോർവേഡ് ബയാസ്ഡ്. ഒരിക്കലും അല്ല, അല്ലല്ലോ. പിന്നെയോ? നാലാമത്തത്, ദ ബേസ് റീജിയൻ മസ്റ്റ് ബി വെരി തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. നമുക്കറിയാം ബേസ് റീജിയൻ എങ്ങനെയായിരിക്കണം? വെരി തിൻ ആയിരിക്കണം, മാത്രമല്ല ലൈറ്റ്ലി ഡോപ്ഡുമായിരിക്കണം എന്നുള്ളതാണ്. സോ ശ്രദ്ധിക്കണേ, ദാറ്റ്സ് ദി ആൻസർ ഈസ് എത്രയായിരിക്കും? ഫോർത്ത് വൺ ഈസ് ദി ആൻസർ. ഓക്കെ, ഇത് ശ്രദ്ധിക്കണേ, 48ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദി വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ? നമ്മൾ NCERT ടെക്സ്റ്റ് വായിക്കുമ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഓംസ് ലോ പറഞ്ഞതിന് ശേഷം എല്ലാ കണ്ടക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ കണ്ടക്ടേഴ്സുകളും എന്ത് ഒബേ ചെയ്യുന്നില്ല? ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോപ്പറിനെ കുറിച്ചും നിക്രോമിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ കോപ്പറിനെ കുറിച്ച് കൃത്യമായിട്ട് ഗ്രാഫ് ടെക്സ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. എന്താ? ഇസ് ലീനിയർലി എന്നിങ്ങനെ വേരി ചെയ്യുന്നറിയാം. ഓംസ് ലോ പ്രകാരം എല്ലാ കണ്ടക്ടേഴ്സിനെയും വേരി ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. പക്ഷേ കോപ്പർ നിക്രോം പോലുണ്ടാകുന്ന വയേഴ്സുകൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സുകൾ എന്തോ ഒബേ ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ല. അവിടെ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ആൾവേസ് എ ഇൻക്രീസസ് ആണ്, പക്ഷേ ഇറ്റ്സ് ഗ്രാജ്വലി ഇൻക്രീസസ് ആണ്. ഓക്കെ, അപ്പോൾ അഥവാ റെസിസ്റ്റിവിറ്റി വെരീസ് ഗ്രാജ്വലി. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഗ്രാഫ് ഉള്ളത്. ഓപ്ഷൻ 3 is the graph. ശ്രദ്ധിക്കണേ, ഓപ്ഷൻ 3 ആണ് അതിൻ്റെ ഗ്രാഫ് ഉള്ളത്. NCERT ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ളതുമാണ്. NCERT ടെക്സ്റ്റിൽ കൃത്യമായിട്ട് അതിൽ കാണിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, 49ാമത്തത്. ഇൻ എ certain
region of space with volume 0.2 meter cube, the electric potential is found to be 5 volt through the magnitude the electric field. നമുക്ക് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ്. സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും നമ്മൾ ഉണ്ടാക്കുന്ന റിലേഷൻ E is equal to minus dV/dr ആണ്. വി എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, 5 വോൾട്ട് ആണ്. സോ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡിഫറൻഷ്യൽ ഓഫ് കോൺസ്റ്റൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെർഫോർ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും ആൻസർ ഉണ്ടാവുന്നത്? 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ആൻസർ എത്ര ആയിരിക്കും? 0. നെക്സ്റ്റ് 50ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണേ. 50th ക്വസ്റ്റ്യൻ 50. ശ്രദ്ധിക്കണം, 50ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് തന്നിട്ടുണ്ടായിരുന്നു? ഒരു ഗേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിളാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഗേറ്റിൽ നോക്കുമ്പോൾ എന്തുണ്ടായിരുന്നു? ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും എന്തുണ്ട്? ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്. അത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഓർ ഗേറ്റിലേക്ക് പോകുന്നു. ആൻഡ് ഇറ്റ് ഈസ് അത് നോട്ട് ആൻഡ് ഈസ് വൈ. സോ ഇറ്റ് ഈസ് എ ആൻഡ് ഇറ്റ് ഈസ് ബി. അങ്ങനെയാണെങ്കിൽ ഈ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഏതാണ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ട്രൂത്ത് ടേബിൾ കാണണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇത് എ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എ കോംപ്ലിമെൻറ്റാ. ഇത് ബി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ബി കോംപ്ലിമെൻറ്റാ. ഇവിടെ എന്ത് കിട്ടും? ഓർ ഗേറ്റാ. അപ്പോൾ ഇവിടെ ഓർ ആയതുകൊണ്ട് എന്ത് ചെയ്യും? എ ഡാഷ് പ്ലസ് എന്ത് കിട്ടും? ബി ഡാഷ്. അതിനെന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്യുന്നു. അപ്പോൾ നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ആണ്, പ്ലസിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡോട്ടാണ്, ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബി ആണ്. സോ എ ഡോട്ട് ബി ഏത് ഗേറ്റ് ആണ്? ആൻഡ് ഗേറ്റ് ആണ്. ശ്രദ്ധിക്കണം, എ ആൻഡ് ബി. സോ ഗേറ്റ് ഏതായിരിക്കും? ആൻഡ് ഗേറ്റ്. ആ തന്നിരിക്കുന്ന ട്രൂത്ത് ടേബിളിൽ ആൻഡ് ഗേറ്റ് നോക്കി നോക്കി ഏതാ ആൻഡ് ഗേറ്റ് കിട്ടിയിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ. കാരണം 0 and 0 0, 0 and 1 0, 1 and 0 1, 1 and 1 1. സോ ആൻസർ എന്തായിരിക്കും? ഇസ് ഫസ്റ്റ് വൺ ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ശ്രദ്ധിക്കണം, 51th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണേ, 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കി. സിമ്പിളായിട്ട് 51ാമത്തെ ക്വസ്റ്റ്യനിൽ എന്ത് ഓർത്തിരിക്കണം? ദ 40 മൈക്രോ ഫാരഡേ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ 200 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ. ദി RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദി സർക്യൂട്ട് ഈസ് നിയർ ബൈ. നമുക്ക് കാണേണ്ടത് RMS വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ സോ RMS വാല്യൂ കറണ്ട് റിലേഷൻ നമുക്കറിയാം. IRMS ഈസ് ഈക്വൽ ടു VRMS ഡിവൈഡഡ് ബൈ XC. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യനിൽ VRMS വന്നിട്ടുണ്ട്, IRMS നമുക്ക് കണ്ടെത്തണം. പക്ഷേ XC നമുക്കറിയില്ല. അപ്പോൾ ആദ്യം എന്ത് കാണണം? XC കാണണം. എങ്ങനെ XC കാണാം? XC ഈസ് ഈക്വൽ ടു 1/ωc. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എന്താ 1/ω എന്ന് പറഞ്ഞാൽ 2π/c. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു ന്യൂവിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ന്യൂ എത്രയാ? 50 ഹെർട്സ്. സോ 50 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് വാല്യൂ എത്രയാണ്? 40 മൈക്രോ ഫാരഡ് ആണ്. സോ 40 ഇൻറ്റു 10⁻⁻6 ആണ്. മുകളിലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? 10⁻6. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? XC കിട്ടി. സ്വാഭാവികമായിട്ടും XC കിട്ടിയാൽ ഇനി ഡയറക്റ്റ് VRMS കാണാം. XC കിട്ടിയാൽ നമുക്ക് എന്ത് കാണാം? VRMS കാണാം. കണ്ടൂടെ? സോ XC കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഒരു 0 ക്യാൻസൽ ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് VRMS. സോ IRMS കാണാൻ പറ്റുള്ളത് അല്ലേ? ഞാൻ പറഞ്ഞേ IRMS ഈസ് ഈക്വൽ ടു VRMS. ക്വസ്റ്റ്യനിൽ VRMS വന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 200 വോൾട്ട്. VRMS എത്ര വോൾട്ടേജ് ആണ്? 200 വോൾട്ട്. സോ 200 വോൾട്ട് ഡിവൈഡഡ് ബൈ എന്ത് വരും? ദാ ഈ കാണുന്ന ടേം. ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു ഓർത്തിരിക്കണേ 10⁻6 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു 550 ഇൻറ്റു 40. നമുക്ക് ഫൈനലി ഇതിനെ സോൾവ് ചെയ്താൽ മതി. നമുക്ക് IRMS കറണ്ട് കിട്ടും. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇതിന് ആൻസർ കിട്ടുന്ന എത്ര ആയിരിക്കണം? ഇറ്റ് ഈസ് 2.5 ആംപിയർ ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ശ്രദ്ധിക്കണേ, 2.5 ഓപ്ഷൻ 3 ആണ് കിട്ടുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇവിടുന്ന് സീറോസുകൾ, ഈ 2 സീറോസുകൾ ഇവിടെ ക്യാൻസൽ, ഇവിടെ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 10⁻4 വരും. ഓക്കെ, സോ ഇവിടുന്ന് 0 ക്യാൻസലായി. ഇവിടെ എന്തെങ്കിലും 10⁻4 വരും. നേരെ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 5 ഇൻറ്റു 2 10 ഇൻറ്റു 4 40. ഓക്കെ, 40 ഇൻറ്റു 3 നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യും? വി ഒബ്റ്റെയിൻ 2.5 ആംപിയർ ആൻസർ കിട്ടും. കറണ്ട് 2.5 ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്. അത്ര ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുമല്ല. നെക്സ്റ്റ് ശ്രദ്ധിക്കണേ. എ സിലിണ്ടർ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് പ്രഷർ ഓഫ് 249 kPa and temperature 27 degree Celsius. Its density is equal to എന്ത് കാണണം? അതിന് ഡെൻസിറ്റി കാണണം.
സിമ്പിളാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ വാല്യൂസുകളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. ഓപ്ഷൻ 2 ആണ് ആൻസർ. 0.2 kg/m³. ഡയറക്റ്റാണ്, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യും, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 53ാമത്തെ ചോദ്യത്തിലേക്ക്. 53ാം ചോദ്യം വളരെ സിമ്പിളാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ചോദിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. ഇവിടെ 2 ടേമുകൾ സബ്ട്രാക്ട് ചെയ്യാനാണ്. അപ്പോൾ 9.99 മീറ്റർ മൈനസ് 0.0099 എന്നുള്ള ടേമിനെ സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ടേമിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 9.98 സംതിങ് എന്ന് പറഞ്ഞ് കിട്ടും, 0 സംതിങ് കിട്ടും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ്. പക്ഷേ ഈ ടേമിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനലി കിട്ടുന്ന ആൻസറും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയായിരിക്കണം? 3 ആയിരിക്കണം. Therefore ആൻസർ ഈസ് 9.98 ഈസ് ദി കറക്റ്റ് ആൻസർ. സോ ആൻസർ ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 54ാമത്തെ ക്വസ്റ്റ്യന് ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. നമ്മൾ എന്ത് പഠിച്ചിരുന്നു? മീൻ ഫ്രീ പാത്ത് എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചിരുന്നു. മീൻ ഫ്രീ പാത്ത് പഠിച്ച സമയത്ത് മീൻ ഫ്രീ പാത്ത് ലാംഡറിൻ്റെ ഇക്വേഷൻ പറഞ്ഞിരുന്നു. എന്താ ഇക്വേഷൻ? 1/√2nπd² എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. സിമിലർലി 55ാമത്തെ ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കണേ. എൻ അയൺ റോഡ് ഈസ് ഹാവ് സസെപ്റ്റിബിലിറ്റി 599 ഈസ് സബ്ജക്റ്റഡ് ടു എ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഓഫ് 1200 ആംപിയർ പെർ മീറ്റർ. ദ പെർമിബിലിറ്റി ഓഫ് മെറ്റീരിയൽ, നമുക്ക് എന്താ കണ്ടത്? മെറ്റീരിയലിൻ്റെ പെർമിബിലിറ്റിയാണ് കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെറ്റീരിയലിൻ്റെ പെർമിബിലിറ്റി കാണാൻ μ ഈസ് ഈക്വൽ ടു μ0 × 1 + സസെപ്റ്റിബിലിറ്റി എക്സം കയ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്കത് ഡയറക്റ്റ് ആൻസറാണ്. എല്ലാ ക്വസ്റ്റ്യനിൽ എക്സം തന്നിട്ടുണ്ട്, μ0 തന്ന് നമുക്കറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടും? ദി വാല്യൂ ഓഫ് മ്യൂവിൻ്റെ വാല്യൂ ഡയറക്റ്റ് കിട്ടും. മ്യൂസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് 4π10⁻⁻⁷ ആണെന്നും കയ്യമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നത്? ഓപ്ഷൻ 1 ആണ് കിട്ടുന്നത്. 2.4π × 10⁻⁴ ടെസ്ല മീറ്റർ പെർ ആംബിയർ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കണേ. 56ാമത്തെ ക്വസ്റ്റ്യനും അതും വളരെ സിമ്പിളാണ്. എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഹാസ് എ ഡൈപോൾ മൊമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അഥവാ പി തന്നിട്ടുണ്ടായിരുന്നു. 56ാമത്തെ ക്വസ്റ്റ്യനിൽ ഡൈപോൾ മൊമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി ഡൈപോൾ അറ്റ് എ ഡിസ്റ്റൻസ് 0.6 മീറ്റർ ഫ്രം ദി സെൻറ്റർ ഓഫ് ടു ദി ഡൈപോൾ ആസ് സിറ്റുവേറ്റഡ് അറ്റ് ദി ലിങ്ക് ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദി ഡൈപോൾ ആക്സിസ്. എന്താ? ഒരു ഡൈപോൾ ഉണ്ടായിരുന്നു. ഡൈപോളിൽ നിന്ന് 30 ഡിഗ്രിയിൽ എന്തുണ്ടായിരുന്നു? ഒരു പി എന്നുള്ള പോയിന്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാനാണ്. സിമ്പിൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണുള്ളത്? KP cos θ ഡിവൈഡഡ് ബൈ നമുക്കറിയാം R. സോ ഈ റിലേഷൻ പൊട്ടൻഷ്യലാണ്. സോ പൊട്ടൻഷ്യൽ ഇക്വേഷൻ KP cos θ ഡിവൈഡ് ബൈ R². അപ്പോൾ ശ്രദ്ധിക്കണേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കെൻ്റെ വാല്യൂ നമുക്കറിയാലോ, 9 × 10⁻⁹ ആണ്. ഡൈപോൾ മൊമെൻ്റെ വാല്യൂ നമുക്കറിയാം. തീറ്റിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 60 ആണ്. നമുക്ക് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നേരെ ആൻസർ കാണാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല, സിമ്പിൾ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ആൻസറൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്ത് ചെയ്യാൻ? കെൻ്റെ വാല്യൂ നമുക്കറിയാം 9 × 10⁻⁹. പീൻ്റെ വാല്യൂ നമുക്കറിയാം, മൊമെൻറ്റമാണ്, ഡൈപോൾ മൊമെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എത്രയാണ്? ഇറ്റ് ഈസ് 16 × 10⁻⁻⁹ cos θ. തീറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 60 ഡിവൈഡ് ബൈ ആറിൻ്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 0.6². സ്വാഭാവികമായിട്ടും cos 60 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1/2 ആയിരിക്കും. 10⁻⁻⁹ എന്തായിട്ട് പോകും? ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിൻ്റെ വാല്യൂ കാണാം. 0.6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.6 ഇറ്റ്സ് 3.6 സംതിങ് കിട്ടും. അപ്പോൾ ഇവിടെ 9 16 ബാക്കി എന്ത്? 1/2. സോ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എത്രയായിരിക്കണം? ഇറ്റ് ഈസ് 200 വോൾട്ട് ഈസ് ദി ആൻസർ. ശ്രദ്ധിക്കണേ, ആൻസർ എത്രയായിരിക്കും? 200 വോൾട്ട് ഈസ് ദി ആൻസർ. കൺഫ്യൂഷൻ അല്ലല്ലോ, സിമ്പിൾ. ഇനി ശ്രദ്ധിക്കണം, അങ്ങനെയാണെങ്കിൽ 57ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 57, 57ാമത്തെ ചോദ്യത്തിലോട്ട് വരാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, 57ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എ ബോഡി വെയ്റ്റ്സ് 72 ന്യൂട്ടൺ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്തിൻ്റെ സർഫസിൽ എത്രയാ? 72 ന്യൂട്ടൺ വെയിറ്റ് ആണുള്ളത്. ഓക്കെ, വാട്ട് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു GMM ഡിവൈഡഡ് ബൈ R² എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അവിടെ നോക്കണേ, F എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞിട്ടുള്ളത് 72 എന്ന് പറഞ്ഞിട്ടുള്ളത്. എത്രയാ? 72 ന്യൂട്ടൺ. ഇനി ശ്രദ്ധിക്കണം, ഈ ഒരു ക്വസ്റ്റ്യൻ ഇക്വേഷൻ നമ്പർ 1 അവിടെ നിൽക്കട്ടെ. അതിന് ശേഷം എന്താ പറഞ്ഞിട്ടുള്ളത്? അറ്റ് എ ഹൈറ്റ് വാട്ട് ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇറ്റ് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ്. അപ്പോൾ അടുത്ത സെക്ഷനിൽ നോക്കണേ. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ സംഭവിക്കുന്നത്? ഫോഴ്സ് റേഡിയസ് എന്താകുന്നത്? ഹാഫ് ആവുകയാണ്. അഥവാ സോ F ഈസ് ഈക്വൽ ടു G ഇൻറ്റു M ഡിവൈഡഡ് ബൈ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? ഹാഫ് ഓഫ് ദി റേഡിയസ്. അപ്പോൾ റേഡിയസ് R പ്ലസ് എന്ത് വരും? R/2 ഹോൾ സ്ക്വയർ. ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? F ഈസ് ഈക്വൽ ടു പറഞ്ഞേ ഫോഴ്സ് ഡ്യൂ ടു ദാറ്റ് ഹൈറ്റ് അല്ലെങ്കിൽ റേഡിയസ് ഹാഫിൻ്റെ ഹൈറ്റ്. സോ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനെ കോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? GM ഡിവൈഡഡ് ബൈ 3R/2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയും? 4/9 GMM ബൈ എന്ത് കിട്ടും? R². അങ്ങനെ നോക്കണേ, GMM/R² എന്ന് പറഞ്ഞാൽ നമുക്കറിയാമായിരുന്നു. ദറ്റ്സ് ഗിവൺ ഈസ് 72. Therefore ഫോഴ്സ് ഈസ് ഈക്വൽ ടു 4/9 ഇൻറ്റു 72. 4/9 ഇൻറ്റു 72. Therefore ആൻസർ ഈസ് ഈക്വൽ ടു പറഞ്ഞേ ആൻസർ ഈസ് ഈക്വൽ ടു വി ഒബ്റ്റെയിൻ ഇറ്റ്സ് വാല്യൂ ഇസ് 32. എത്ര കിട്ടുന്നത്? 32. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 58ാമത്തെ ക്വസ്റ്റ്യൻ. ദ സോളിഡ് വിച്ച് ഹാവ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആകുന്ന വാല്യൂസുകൾ മെറ്റൽസ് ഒരിക്കലല്ല. മെറ്റൽസ് ഈസ് ആൾവേസ് പോസിറ്റീവ്. ഇൻസുലേറ്റേഴ്സിന് മാത്രമാണോ? അല്ല, സെമി കണ്ടക്ടേഴ്സിനും എന്ത് തന്നെയാണ്? നെഗറ്റീവാണ്. ഓക്കെ, സോ ഓപ്ഷൻ 1ഉം 2ഉം കറക്റ്റ് അല്ല. പിന്നെ കറക്റ്റ് ഏതായിരിക്കും? 4 ഈസ് ദി കറക്റ്റ് ആൻസർ. ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ. സോ ആൻസർ 4 ഈസ് ദി കറക്റ്റ് ആൻസർ. ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ. ഓക്കെ, മനസ്സിലാക്കണം. ഇൻസുലേറ്ററിനും സെമി കണ്ടക്ടറിനും ഇൻസുലേറ്ററിന് പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യും? പോസിറ്റീവ് ആയിരിക്കും. അതിന് ശേഷം എന്താവും? നെഗറ്റീവ് ആവും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 59th question. The light frequency 1.5 times the threshold frequency is incident on the photosensitive material. What will be the photoelectric current if the frequency of halved intensity is doubled? ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കുക. ഫ്രീക്വൻസി ഈസ് ഹാഫ്ഡ്, ഇൻറ്റൻസിറ്റി ഈസ് ഡബിൾഡ്. അങ്ങനെയെങ്കിൽ ആൻസർ എന്തായിരിക്കും? 0. യാതൊരു മാറ്റം സംഭവിക്കുന്നില്ല. സോ ആൻസർ ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്താലും മതി. ഈസ് ഈക്വൽ ടു H ന്യൂ മൈനസ് എന്ന് പറയും H ന്യൂ 0. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫൈനൽ ആൻസർ തന്നെ ആയിരിക്കും 0 ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കണേ. 60ാമത്തെ ക്വസ്റ്റ്യൻ. എ സീരീസ് LCR സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ഈസ് ഇൻ AC വോൾട്ടേജ് സോഴ്സ്. വെൻ L is removed from the circuit. L റിമൂവ് ചെയ്തു. പിന്നെ മനസ്സിലാക്കി, L റിമൂവ് ചെയ്താൽ ഫ്രം ദി സർക്യൂട്ട് ദ ഫേസ് ഡിഫറൻസ് ഈസ് π/3. ഓക്കെ, π/3 ആണ് ഫേസ് ഡിഫറൻസ് വരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് C is removed from the circuit, then the phase difference is again π/3. Then between the current and voltage the power factor എത്രയായിരിക്കണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെയ്താൽ മതി. tan phi is equal to XL minus XC/R. ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അവിടുന്ന് 5 കിട്ടും. 5 കിട്ടിക്കഴിഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു VI cos 5. പവർ ഈസ് ഈക്വൽ ടു VI cos 5. ഇപ്പോൾ പവർ ഫാക്ടറാണ്. Therefore ഇറ്റ്സ് വാല്യൂ എത്രയായിരിക്കും കിട്ടുന്നത്? 1 എന്ന് കിട്ടും. വാല്യൂ എത്രയായിരിക്കും? 1. ഓക്കെ, നെക്സ്റ്റ് 61ാമത്തെ ക്വസ്റ്റ്യൻ. എ സ്ഫിയർ കണ്ടക്ടർ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ശ്രദ്ധിക്കണം, 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 61. സോ from this 61th question, ശ്രദ്ധിക്കണം, listen here. So the 61th question here given that it is a spherical conductor of radius 10 centimeter. 10 centimeter radius വരുന്ന ഒരു spherical conductor ആണ്. അതിലൊന്ന് ചാർജ് തന്നിട്ടുണ്ടായിരുന്നു. What is the magnitude of electric field at a point 15 centimeter from the center of the sphere? 15 centimeter. എന്താ കാണാൻ പറ്റുള്ളത്? ദ ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പറ്റുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു സ്ഫിയറിൻ്റെ ഔട്ട് സൈഡിൽ ഉണ്ടാകുന്ന പോയിന്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഗോസസ് ലോയിൽ പഠിച്ചിരുന്നു. എന്താണ്? 1/Q / 4πε0 × R².
എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്യൂവിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് ക്യൂവിൻ്റെ വാല്യൂ വന്നിട്ടുള്ളത്? 3.2 × 10⁻⁻7 ആണ് ക്യൂവിൻ്റെ വാല്യൂ വന്നിട്ടുള്ളത്. പിന്നെയോ 1/4πε0ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? ഇറ്റ് ഈസ് 9 × 10⁻9 ആണ്. ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ആർ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. ശ്രദ്ധിക്കണേ, 15 മീറ്റർ. ഒരിക്കലും എന്തെടുക്കരുത്? 10 സെൻറ്റിമീറ്റർ എടുക്കരുത്. വാല്യൂ ഇസ് 15. കാരണം എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് എത്രയാണ്? 15 ആണ്. ഒരു പ്രശ്നമൊന്നുമില്ല. ഇതിനെ സോൾവ് ചെയ്താൽ മതി. നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സിമ്പിളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഇതിനൊക്കെ സോൾവ് ചെയ്യാം. 10⁻⁻7ഉം 10⁻⁹ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 2 വരും. ഓക്കെ, സോ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? ഡയറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 2. 1.28 × 10⁻5 N/Coulomb എന്ന് കിട്ടും. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. സോ ദാറ്റ് ഇസ് ദി ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കണം, അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫോർ നെക്സ്റ്റ് സെക്ഷൻ. നെക്സ്റ്റ് പ്രോബ്ലം 62. സോ 62nd പ്രോബ്ലം. ഫൈൻഡ് ദി ടോർക്ക് അബൌട്ട് ദി ഒറിജിൻ. whose force is 3J cap and position vector is 2K cap. സ്വാഭാവികമായിട്ട് ടോർക്ക് കാണാനാണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? R × F ആണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു R × F. ഇവിടെ തന്നിട്ടുള്ള വാല്യൂസുകൾ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 3J ആണ്. ക്രോസ് എഫിൻ്റെ വാല്യൂ എത്രയാണ്? 2K cap ആണ്. സോ ഇറ്റ് ഈസ് ദി ടോർക്ക്. സ്വാഭാവികമായിട്ടും അറിഞ്ഞിരിക്കണം, നമുക്കറിയാം IJ/K എന്നുള്ള കൺസെപ്റ്റ് വെച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും ഇവിടുന്ന് J×K ആണ്. J×K. അപ്പോൾ J×K ചെയ്യുമ്പോൾ ഇത് എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് ഇത് എങ്ങോട്ടേ പോകുള്ളൂ? ഉള്ളിലോട്ടാണ് വെക്ടർ ഡയറക്ഷൻ പോകുന്നത്. സോ ഡയറക്ഷൻ ഇൻവേർഡ്, ഇൻ ടു ദി പ്ലെയിൻ ആണ്. സോ ഇൻ ടു ദി പ്ലെയിൻ ആയതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? മൈനസ് എന്ത് വരും? മൈനസ് എന്ത് വരും? -I cap അല്ലേ? സോ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? -6 എന്ത് കിട്ടും? I cap. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. സോ വി ഒബ്റ്റെയിൻ ദി ആൻസർ ഈസ് -6 I cap. സോ 3J × 2K നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? 6 I cap. ശ്രദ്ധിക്കണം, -6 I cap. സോ ഇറ്റ്സ് ആൻസർ ഈസ് ഈക്വൽ ടു -6 I cap. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് 63. 63ാമത്തെ ക്വസ്റ്റ്യനിൽ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവ് എ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് 7.5 × 10⁻⁴. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നിട്ടുണ്ട്. ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്നിട്ടുണ്ട്. വാട്ട്സ് ദി വി വാണ്ട് ടു ഫൈൻഡ് ദി മൊബിലിറ്റി. സിമ്പിളായിട്ട് നമുക്ക് കാണാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ? 63ാമത്തെ ക്വസ്റ്റ്യനാ. മൊബിലിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. മൊബിലിറ്റി ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്. എല്ലാം അറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എത്രയാ? 7.5 × 10⁻⁴ ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എത്രയാ? 3 × 10⁻10 V/m. കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 7.5 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു എന്ത് കിട്ടും? 10⁻². ഇവിടെ 4, ഇവിടെ -6 ഉണ്ടായിരിക്കും. മുകളിലേക്ക് വരുന്ന സമയത്ത് 10⁻6 എന്ന് കിട്ടും. 7/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഏകദേശം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് 2 പോയിൻറ്റ് സംതിങ് വാല്യൂ കിട്ടും. സോ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? 2.5 × 10⁻6 ഇസ് ദി ആൻസർ. സോ ഓപ്ഷൻ ഏതായിരിക്കും? 2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കണേ. 64ാമത്തെ ക്വസ്റ്റ്യൻ. ഈ റേ ഇൻസിഡന്റ് ഓൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഓൺ ദി സർഫസ് ഓഫ് എ സ്മോൾ ആംഗിൾഡ് പ്രിസം ആൻഡ് എമർജസ് നോർമലി ഫ്രം ദി ഓപ്പോസിറ്റ് സർഫസ് അല്ലേ? ഇറ്റ്സ് റിഫ്രാക്റ്റ് ഇൻഡെക്സ് μ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുക? വേഗം എന്ത് അപ്ലൈ ചെയ്താൽ മതി? സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കണേ, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹിയർ ദി sin I ഈസ് ഈക്വൽ ടു μ sin A എന്ന് പറയാൻ പറ്റും. സോ 1 × sin I ഈസ് ഈക്വൽ ടു μ sin A എന്ന് പറയാൻ പറ്റും. സ്നെൽസ് ലോ ആണ്. sin I / sin R ഈസ് ഈക്വൽ ടു N2/N1. 1 സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇഫ് ദിസ് ആംഗിൾ ഈസ് വെരി സ്മോൾ, ആംഗിൾ വെരി സ്മോൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? I ഈസ് ഈക്വൽ ടു μA. ആംഗിൾ വെരി സ്മോൾ ആണെങ്കിൽ I ഈസ് ഈക്വൽ ടു μA. സോ ആൻസർ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. I ഈസ് ഈക്വൽ ടു μA.
സിമിലർലി 65ാമത്തെ ക്വസ്റ്റ്യനും ഇസ് ഓൾസോ വെരി സിമ്പിൾ. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് എന്താ പറയുന്നത്? ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി ടു സോളിഡ് കോപ്പർ സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് R1 ആൻഡ് R2 where R1 is equal to 1.5 into R2 ആണ്. Then at 1K are in the ratio of ആൻസർ തരുന്നത് its value is always is equal to 27/8 is the answer. നെക്സ്റ്റ് ശ്രദ്ധിക്കണം 62ാമത്തെ ക്വസ്റ്റ്യനും അതൊക്കെ സിമ്പിളാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. NCERT ടെക്സ്റ്റിൽ സെയിം സാധനം കാണുന്നുണ്ട്. വെൻ എ യുറേനിയം ഐസോടോപ്പ് ഈസ് ബംബാർഡ് വിത്ത് എ ന്യൂട്രോൺ ഇറ്റ് ജനറേറ്റ് 8936 ക്രിപ്റ്റോൺ കെയർ ദ 3 ന്യൂട്രോൺസ് ആൻഡ് അതിന് കൂടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് ആലോചിച്ചാൽ യുറേനിയം ആൻഡ് കെയർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇറ്റ്സ് ഓൾവേസ് ഏതായിരിക്കും? ബേരിയം. ബി ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ശ്രദ്ധിച്ചോ, വളരെ സിമ്പിളാണ്. അത് റിയാക്ഷൻ ചെയ്തേക്കുക. യുറേനിയം എത്ര നമുക്കുള്ളത്? 92 ആൻഡ് 235 എന്നുള്ള സാധനം ഈസ് ബംബാർഡ് വിത്ത് എ ന്യൂട്രോൺ. ഒരു ന്യൂട്രോണുമായിട്ട് എന്ത് ചെയ്തു? ബംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ക്രിപ്റ്റോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 36, 89 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കണേ, 86 പ്ലസ് എന്തായിരിക്കും? 3 ന്യൂട്രോൺസ് എന്തുണ്ട്? 3 ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു സാധനം ഉണ്ട് എക്സ്, അത് നമുക്കറിയില്ല. ഓക്കെ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കാണാം. ഇവിടെ എന്താ പറയുക? ഇവിടെ എന്തായിരിക്കണം? 235 പ്ലസ് 1 ഈക്വൽ ടു എന്തായിരിക്കണം? 89 പ്ലസ് 3 ന്യൂട്രോൺ. അപ്പോൾ 3 പ്ലസ് എ ഇക്വേറ്റ് ചെയ്താൽ മതി. സോ നോക്കണേ, 236 ഈക്വൽ ടു 80 ഇവിടെ എന്ത് കിട്ടും? 92 എന്ന് കിട്ടും. പ്ലസ് എ അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 236 മൈനസ് 92 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 144. സോ എൻ്റെ വാല്യൂ 144. ഓപ്ഷനിലേക്ക് നോക്കി നോക്കിയേ. ഓപ്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലായി ഇസ് ആൾവേസ് ബി എ. ഏതാണ്? ബി എ ആണ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക. സോ ദാറ്റ്സ് ആൻസർ. സോ ഓപ്ഷൻ എ 1 is the answer. Next, 67th question. The phase difference between displacement and acceleration of a particle in a simple harmonic motion. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സിലറേഷൻ്റെ ഫേസ് ഡിഫറൻസ് ആ ചോദിച്ചിട്ടുള്ളത്. അറിഞ്ഞൂടെ? ഡിസ്പ്ലേസ്മെൻറ്റും അതേപോലെ തന്നെ ആക്സിലറേഷൻ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? പൈ ആയിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടോ? ചെയ്യണോ? ഒന്ന് ചെയ്ത് നോക്കാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ശ്രദ്ധിക്കണേ, 67ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ 67. സ്വാഭാവികമായിട്ടും നമുക്ക് ഇക്വേഷൻ അറിയാം. എക്സ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് എന്ത് കിട്ടും? 5. കൺഫ്യൂഷൻ ഉണ്ടോ? പ്ലസ് ഓർ മൈനസ് 5. ഇനി ശ്രദ്ധിക്കണേ, നമുക്ക് കിട്ടിയത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്ത് കാണണം? വെലോസിറ്റി കാണണം. സോ വെലോസിറ്റി ആണെങ്കിൽ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പോലെ dx/dt ഈസ് ഈക്വൽ ടു സ്വാഭാവികമായിട്ടും എ ഒമേഗ സൈൻ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? ഈസ് കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇത് ഞാൻ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകും എങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടുള്ളൂ. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു കോസ് ഡിഫറൻഷ്യൽ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് 5. സോ മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഈസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് എന്തായിരിക്കും? പൈ. സോ ഇറ്റ് ഈസ് ദി. സോ അങ്ങനെ നോക്കണേ, ഇതാണ് ആക്സിലറേഷൻ, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? ഈസ് ഓൾവേസ് പൈ. ആൻസർ പൈ റേഡിയൻ. ഓക്കെ, നെക്സ്റ്റ് 68ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Okay, a resistance wire is connected in the left gap of a meter bridge balances a 10 ohm resistance in the right gap at a point which divides the bridge wire into the ratio of 3:2. If the length of the resistance wire is 1.5 meter, then the length of the 1 ohm of the resistance wire is equal to. Simple. Now our equation is L1 divided by L2 is equal to R1 divided by N2. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? R1 ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.0 into 10⁻⁻1 മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ 2 is the answer. ഡയറക്റ്റ് ആണ്. ഇനി 69ാമത്തെ ക്വസ്റ്റ്യനും എ കാപ്പിലറി ട്യൂബ് റൈസസ്. ശ്രദ്ധിക്കണേ, എ കാപ്പിലറി ട്യൂബ് റൈസസ് radius are immersed in a water rises to a height h. The mass of the water in the capillary is 5 gram. Mass of the water എത്രയാണ്? 5 gram ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Another capillary tube of radius 2r is immersed in the water. The mass of the water will rise to എത്രയായിരിക്കും എന്നാണുള്ള ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ,
സ്വാഭാവികമായിട്ടും ഇവിടുന്ന് നമുക്കൊരു കാര്യം അറിയാം, ഒരു റിലേഷൻ അറിയാം. എം ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ. ഡയറക്റ്റ് ഇക്വേഷൻ ആ എം ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ. എങ്ങനെയാണ് ആ റിലേഷൻ കിട്ടിയിട്ടുള്ളത്? സിമ്പിൾ. നമുക്ക് എന്തറിയാമായിരുന്നു? ഹൈറ്റിൻ്റെ ഇക്വേഷൻ അറിയാമായിരുന്നു. പറഞ്ഞേ, എന്താ ഹൈറ്റിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2s cos θ ഡിവൈഡഡ് ബൈ റോ ജി എന്ന ഇക്വേഷൻ കിട്ടിയിരുന്നു അല്ലേ? ശ്രദ്ധിക്കണം, ഹൈറ്റ് ഈസ് ഈക്വൽ ടു റോ ജി ആർ. ഓക്കെ. മാത്രമല്ല നമുക്ക് എന്തറിയാം? മാസ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു റോ എച്ച് അല്ലേ? എച്ച് റോ എ ഈസ് ദി മാസ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, സ്വാഭാവികമായിട്ടും ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈ ആർ സ്ക്വയർ. ഏരിയൻ്റെ വില എത്രയാണ്? പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. സോ മാസ് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു റോ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമായിരുന്നു 2s cos θ ഡിവൈഡഡ് ബൈ റോ ജി ആർ ആണ്. സോ റോ ക്യാൻസൽ. ശ്രദ്ധിക്കണം, റോ ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ ഒരു ആറും ക്യാൻസൽ ആയിപ്പോയി. പൈ കോൺസ്റ്റന്റ് ആണ്, തീറ്റ കോൺസ്റ്റന്റ് ആണ്, 2s കോൺസ്റ്റന്റ് ആണ്. സോ മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. മാസ് എന്താണ്? ആർ എന്ന റേഡിയസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, നമുക്ക് ആൻസർ കിട്ടും. സോ m1 ഡിവൈഡഡ് ബൈ m2 ഈസ് ഈക്വൽ ടു റേഡിയസ് എത്രയൊക്കെയാണ്? ആർ ഡിവൈഡഡ് ബൈ 2r അല്ലേ? സോ ശ്രദ്ധിക്കണം, റേഡിയസ് ഓഫ് 2r ഈസ് ഇൻവേഴ്സ്. സോ 2r ഡിവൈഡഡ് ബൈ r. സോ r ക്യാൻസൽ ആയി. ദെർഫോർ m1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു m2 എന്ന് കിട്ടും. m2ൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോക്കി നോക്കിയേ. എത്ര? 2 ഇൻറ്റു എത്ര ഗ്രാമാണ്? 5 ഗ്രാം ആണ്. സോ ആൻസർ ഈസ് ഈക്വൽ ടു 10 ഗ്രാം. സോ ആൻസർ ഈസ് ഈക്വൽ ടു 10 ഗ്രാം. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് നോക്കണേ, 70ാമത്തെ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് contributions made by the electric field and magnetic field components to the intensity of an electromagnetic wave. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ ആണ് കണ്ടത്. ദ റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി റേഷ്യോ ബിറ്റ്വീൻ ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ എത്രയായിരിക്കും? പറഞ്ഞേ, 1:1 ആയിരിക്കും. ഒരു സംശയമില്ല. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? 1:1. ഓക്കെ, ശ്രദ്ധിക്കണം. സോ ഇതാണ് നമുക്ക് 70 ക്വസ്റ്റ്യൻസുകളായില്ല. ഓക്കെ, നെക്സ്റ്റ് 71th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ഇസ് ഫ്രം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് അഥവാ വേ ഒപ്റ്റിക്സിൽ നിന്ന്. ആ വേ ഒപ്റ്റിക്സിൽ നിന്ന് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഇഫ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദി കൊഹറൻറ്റ് സോഴ്സ് ഈസ് ഹാഫ്ഡ്, ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ക്രീൻ ഫ്രം ദി കൊഹറൻറ്റ് സോഴ്സ് ഈസ് ഡബിൾഡ്, ദെൻ ദി ഫ്രിഞ്ച് വിഡ്ത്ത് ബിക്കംസ്. ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡി. ഇനി ഓരോ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി രണ്ട് സോഴ്സുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് എന്തായിട്ട് മാറുന്നു? ഇറ്റ്സ് ബിക്കംസ് ഹാഫ്. അപ്പോൾ ഡി എന്തായിട്ട് മാറി? ഹാഫ് ആയിട്ട് മാറുന്നു. അപ്പോൾ ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ ഡി ഹാഫ് ആയി. പിന്നെയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ക്രീൻ ഫ്രം ദി കൊഹറൻറ്റ് സോഴ്സ് ഈസ് ഡബിൾഡ്. അപ്പോൾ ഇതെന്തായിട്ട് മാറി? ഡബിൾ ആയിട്ട് മാറി. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 മോളിൽ സോ നമുക്ക് ആൻസർ 4 ലാംഡ ഡി ഡിവൈഡഡ് ബൈ ഡി. സോ ഇറ്റ് ഈസ് 4 times ഗ്രേറ്റർ ദാൻ ദി ഇനീഷ്യൽ ഫ്രിഞ്ച് വിഡ്ത്ത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇറ്റ്സ് ആൻസർ ഈസ് 4 times. നെക്സ്റ്റ് 72ാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞേ, എ ലോങ് സോളിനോയിഡ് ഓഫ് 50 centimeter ലെങ്ത് ഹാവിംഗ് 100 turns carries a current 2.5 ampere. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സോളിനോയിഡ് ആണ്. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനാണ് പറഞ്ഞേ. ഇക്വേഷൻ നമുക്കറിയാം, ബി ഈസ് ഈക്വൽ ടു μ0 ni. മ്യൂസിൻ്റെ വാല്യൂ നമുക്കറിയാം, എന്നിൻ്റെ വാല്യൂ നമുക്ക് കാണാം. എന്നിൻ്റെ വാല്യൂ എങ്ങനെ കാണാം? n ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ലെങ്ത്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്രയുള്ളത്? 100 ആണ്. ഡിവൈഡ് ബൈ ലെങ്ത് എത്രയാണ്? 50 centimeter. സോ ഇറ്റ്സ് 0.5 meter. അപ്പോൾ ആൻസർ കിട്ടും 200. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് 200 കിട്ടും. ഇനി എല്ലാം കാണാം. സോ ബി ഈസ് ഈക്വൽ ടു മ്യൂസിൻ്റെ വാല്യൂ നമുക്കറിയാലോ, 4π × 10⁻⁷ ആണ്. ഇൻറ്റു എന്നിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? ഇറ്റ്സ് 200 ആണ്. ഐ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് കറണ്ട് വാല്യൂ ഈസ് ഈക്വൽ ടു 2. സോ കറണ്ട് 2.5. സോ നമുക്ക് ആൻസർ കിട്ടും. ഡയറക്റ്റ് ആൻസറാ. എത്ര കിട്ടുന്നത്? നമുക്ക് ആൻസർ ഏകദേശം 3. ഇതാ നോക്കിയാൽ മതി. സോ 2 × 2 അപ്രോക്സിമേറ്റ്ലി 4. 4 × 4 നമുക്ക് എന്ത് കിട്ടും? ഓക്കെ. സോ ഇറ്റ്സ് ആൻസർ ഈസ്, ശ്രദ്ധിച്ചേ, നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? ഇറ്റ്സ് ആൻസർ ഈസ് 6.28 × 10⁻⁴ ടെസ്ല. 6. ഓക്കെ, ഇതാണ് സോൾവ് നമുക്ക് എന്ത് കിട്ടും? 6. ആൻസർ ഓപ്ഷൻ 1 കിട്ടും. 6.28 × 10⁻⁴ ടെസ്ല. ഓക്കെ, സോ സോൾവ് ചെയ്താൽ മതി. ഡയറക്റ്റ് ആൻസർ ആണ്, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, പൈൻ്റെ വാല്യൂ 3.14 കൊടുക്കുക. നമുക്ക് ആൻസർ വേണം, ഫൈൻഡ് ഔട്ട് ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യമില്ല. എങ്ങനെയാണ്? 4 ഇൻറ്റു പൈൻ്റെ വാല്യൂ എന്ത് ചെയ്യും? 3.14 ഇൻറ്റു 10⁻⁷ ഇൻറ്റു 200 ഇൻറ്റു 2.5. അപ്പോൾ നോക്കണേ, 4. അതേപോലെ തന്നെ ഇവിടെ 2, 2, 16 ഇൻറ്റു 3 നമുക്ക് എന്ത് കിട്ടും? ഇറ്റ്സ് അബൌട്ട് 2.26 സംതിങ് കിട്ടും.
Okay, so the answer is option A is the answer. First option is the answer. Clear ആണല്ലോ? അപ്പോൾ ശ്രദ്ധിക്കണേ. So here we can find the magnetic field. ഇങ്ങനെ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നോക്കണം. അതിൻ്റെ വാല്യൂസ് കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇസ് 6,282 × 10⁻⁷ എന്നൊക്കെ കിട്ടുക. വാല്യൂ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 6,282 10⁻⁷ എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് 10⁻⁷ ഒന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? പോയിന്റുകൾ ഷിഫ്റ്റ് ചെയ്യുക. 1, 2, 3. സോ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ 6.28 × 10⁻⁴. ഓക്കെ, ഇരിക്കട്ടെ. നെക്സ്റ്റ് 73, 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. 73ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ദി 73rd ക്വസ്റ്റ്യൻ. 73ാമത്തെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി ഡൗൺവേർഡ്. ഒരു ബോളിനെ എന്ത് ചെയ്യാണ്? താഴോട്ടെറിയാണ്. സ്വാഭാവികമായിട്ടും ഒരു ബോൾ താഴോട്ടെറിയുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഹൈറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പറഞ്ഞേ ഹൈറ്റ് കാണണം. എന്തൊക്കെ ബോൾ വെർട്ടിക്കലി ത്രോൺ ഡൗൺവേർഡ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 20 m/s ആണ്. പിന്നെ തന്നിട്ടുണ്ട് ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ഫൈനൽ വെലോസിറ്റി V is equal to എത്രയാ? 80 m/s ആണ്. മാത്രമല്ല ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആയിട്ട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഹൈറ്റ്. സ്വാഭാവികമായിട്ടും വെലോസിറ്റി ഡിസ്റ്റൻസാണ് കാണേണ്ടത്. ടൈം റിലേഷൻ ഇല്ല. അപ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടതായിരിക്കണം V² = U² + 2GH എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കണം. അപ്പോൾ നോക്കണേ, V² വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഈസ് 80² - U² വാല്യൂ നമുക്കറിയാം 20² = 2 × 10 × H ആണ് കാണേണ്ടത്. സോ ഇൻറ്റു H. സ്വാഭാവികമായിട്ടും ഇതിനെന്ത് ചെയ്യുക? ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ നമുക്ക് എന്ത് കിട്ടും? 80² - 20² ഡിവൈഡഡ് ബൈ 2 × 10 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഹൈറ്റ്. അവിടെ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സ്വാഭാവികമായിട്ട് നമുക്ക് 10² പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? ഇസ് വി ഒബ്റ്റെയിൻഡ് 300 മീറ്റർ. ആൻസർ കിട്ടുന്നത് 300 മീറ്റർ എന്ന് കിട്ടും അല്ലേ? ഇനി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഡയറക്റ്റ് ചെയ്തൂടെ? കൺഫ്യൂഷൻ ഉണ്ടോ? സോ 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് 6400 ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, മൈനസ് 20ന്റെ സ്ക്വയർ എത്ര ആയിരിക്കണം? 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. സോ ഇറ്റ് ഇസ് 400 ഡിവൈഡഡ് ബൈ 2 × 10 20 എന്ന് കിട്ടും. സ്വാഭാവികമായിട്ടും നമുക്ക് സിമ്പിളാണ് ആൻസർ കിട്ടി. 400 പോയാൽ 600, 600 ബൈ 200 എത്രയായിരിക്കും? 6000. സോ 6000 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 20. ദിസ് ഇസ് ആൻസർ. സോ ആൻസർ ഈസ് ഈക്വൽ ടു 300 മീറ്റർ. സോ ആൻസർ ഈസ് ഈക്വൽ ടു 300 മീറ്റർ. ഓക്കെ, ശ്രദ്ധിക്കണം. ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ബോർ മോഡൽ ഈസ് നോട്ട് വാലിഡ്? ഫോർ ഹൈഡ്രജൻ ആറ്റം ഇറ്റ്സ് റോങ്, വാലിഡ് ആണ്. ഓക്കെ, സൈഡ്ലി അയോണൈസ്ഡ് ഹീലിയം ആറ്റം ഇറ്റ്സ് ഓൾസോ വാലിഡ്. ഡ്യൂട്രോൺ ആറ്റം വാലിഡ്. പക്ഷേ സിംപ്ലി അയോണൈസ്ഡ് ആറ്റത്തിന് എന്തല്ല? ഇറ്റ്സ് നോട്ട് വാലിഡ് ആണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഫോർത്ത് വൺ. നെക്സ്റ്റ് 75th ക്വസ്റ്റ്യൻ നമുക്കറിയാം. ഏതാ? ദി കൈനറ്റിക് ദ ആവറേജ് തെർമൽ എനർജി ഫോർ എ മോണോ ആറ്റോമിക് ഗ്യാസ് ഈസ് KB. മോണോ ആറ്റോമിക് ഗ്യാസിൻ്റെ എന്താ കാണാൻ പറ്റുള്ളത്? ആവറേജ് തെർമൽ എനർജിയാണ്. അതിൻ്റെ വാല്യൂ എപ്പോഴും എത്ര ആയിരിക്കും? 3/2 kBT ആണ് നമുക്കറിയാം. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്, 3/2 kBT. ഇനി അതേപോലെ തന്നെ 76ാമത്തെ ക്വസ്റ്റ്യന് 2 പാർട്ടിക്കിൾ ഓഫ് മാസസ് 5 kg and 10 kg റെസ്പെക്റ്റീവ്ലി ആർ അറ്റാച്ച്ഡ് ടു ദി 2 ends ഓഫ് എ റിജിഡ് ബോഡി ഓഫ് ലെങ്ത് 1 meter വിച്ച് ഇസ് നെഗ്ലിജിബിൾ മാസ്. ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം ഫ്രം ദി 5 kg ഫ്രം ദി പാർട്ടിക്കിൾസ് നിയർ ദി ഡിസ്റ്റൻസ്. അപ്പോൾ നോക്കണം, ഒരു റോഡ് ഉണ്ടായിരുന്നു. ആ റോഡിൻ്റെ 2 എൻഡിലായിട്ട് 2 മാസുകൾ കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാസുകൾ കൊണ്ടുണ്ടായിരുന്നു. ഒന്ന് എത്രയാണ്? 5 kg, മറ്റൊന്നെത്രയാണ്? 10 kg. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഇത് എക്സ് ആക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും, ഇത് വൈ ആക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ നമുക്ക് എന്ത് പറയാം? സോ ഇറ്റ് ഈസ് ഗിവൺ ഇൻ 1 meter. ലെങ്ത് എത്രയാണ്? 1 meter ആണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് മീറ്ററിനെ കൺവേർട്ട് ചെയ്താൽ മതി, അവസാനം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നോക്കണേ, ഇത് ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷൻ കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? m1x1 + m2x2 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്നാണ് ഇക്വേഷൻ ഉള്ളത്. നമുക്കറിയാം. സോ x ഈസ് ഈക്വൽ ടു m1 എന്ന് പറഞ്ഞ മാസ് എത്രയാണ്? 5 ആണ്. x1 എന്ന് പറഞ്ഞത് ഒറിജിൻ ആയിട്ട് എടുത്തുള്ളത്, അപ്പോൾ 0 ആയിട്ട് പോയി. m2 എന്ന് പറഞ്ഞാൽ 10 ആണ്. x2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1 meter ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇറ്റ് ഇസ് 15. സോ 10/15 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഇസ് 2/3 എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, 2/3 ഇസ് ദി വാല്യൂ. ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് 0.666 സംതിങ് വാല്യൂസാണ് കിട്ടുന്നത്. ശ്രദ്ധിക്കണേ, 0.666 അത്രയും മീറ്റർ ആണ് കിട്ടുന്നത്. നമുക്ക് എന്തിലേക്ക് മാറ്റണം? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. സോ ദി ആൻസർ ഈസ് ഈക്വൽ ടു 67 സെൻറ്റിമീറ്റർ അല്ലേ? 0.66 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 67 സെൻറ്റിമീറ്റർ. സോ ആൻസർ 3, തേർഡ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഉള്ളത്. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇൻ എ ഗിത്താർ 2 strings A and B, A B എന്ന 2 സ്ട്രിങ്ങുകൾ ഉണ്ടായിരുന്നു. 77ാമത്തെ ക്വസ്റ്റ്യന് ഇനി എന്താ സംഭവിക്കുന്നത്?
same slightly out of the tune, produce a beat's frequency 6 Hz. When tension in the B slightly decreases, B tension കുറയാണ്, the beat frequency increases to 7, then the tension slightly decreases സമയത്ത് beat frequency 7 ആയിട്ട് കൂടുന്നു. then original frequency at B ൻ്റെ original frequency കാണാനാണ്. സ്വാഭാവികമായിട്ടും അവിടെ എഫ് ഡാഷ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി വന്നിട്ടുണ്ട്, എത്രയാണ്? 6 Hz ആണ് വന്നിട്ടുണ്ട്. മാത്രമല്ല എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി വന്നിട്ടുണ്ട്, എത്രയാണ്? ഇറ്റ് ഈസ് 7 Hz ആണ് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദി ബി ഫ്രീക്വൻസി ഫോർ ബി ആൻഡ് ദിസ് ഫ്രീക്വൻസി ഫോർ എ എന്തായിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവുന്ന ഫ്രീക്വൻസി ഡിഫറൻസ്, ദ ഫ്രീക്വൻസി എ ഈസ് 550, അവ 530 Hz വന്നിട്ടുണ്ട്. ഈ 530ൽ നമുക്ക് എന്ത് സംഭവിക്കും? ചിലപ്പോൾ +6 സംഭവിക്കാം, കാരണം ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. ഒന്നുകിൽ +6 ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തായിരിക്കും? -6 ആയിരിക്കാം. നമുക്ക് പ്ലസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 536 ആയിരിക്കും, മൈനസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 524 ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കാനാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവിടെ പറഞ്ഞിരുന്നു ദ സ്ലൈറ്റ്ലി ഡിക്രീസസ്, ദ ടെൻഷൻ സ്ലൈറ്റ്ലി ഡിക്രീസസ്. സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √T ആണ്. ഇവിടെ ടെൻഷൻ എന്ത് ചെയ്യാണ്? കുറയാണ്. ടെൻഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. ദെർഫോർ ദി ആൻസർ ഈസ് ഈക്വൽ ടു 524 ഈസ് ദി ആൻസർ. 524 നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി 78ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയേ. 2 cylinders A and B of equal capacity are connected to each other by a stopcock. It contains a ideal gas at standard temperature and pressure. B is completely evacuated. The entire system is thermally insulated. The stopcock is suddenly opened, then the process is. ആ കോക്ക് സഡൻലി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എ സ്ലോ പ്രോസസ് ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഏത് പ്രോസസ് ആയിരിക്കും? വെരി സ്ലോ പ്രോസസ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും സ്ലോ പ്രോസസ് ആണെങ്കിൽ ആ പ്രോസസ്സ് ഏതായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ആൻ ഐസോ തെർമൽ പ്രോസസ് ആണ്. ഏതാണ്? ഐസോ തെർമലാണ്. ബിക്കോസ് മനസ്സിലാക്കണം, എന്താ പറഞ്ഞിട്ടുള്ളത്? എൻ്റെ തെർമലി ഇൻസുലേറ്റഡ് സിസ്റ്റം ഈസ് തെർമലി ഇൻസുലേറ്റഡ്. സോ ദി പ്രോസസ്സ് ഏതായിരിക്കും? ഐസോ തെർമൽ പ്രോസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 79th ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണം, 79ാമത്തെ ചോദ്യത്തിലേക്കാണ്. സോ 79th പ്രോബ്ലത്തിലോട്ട് വരുന്ന സമയത്ത് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ഓഫ് ദി മീഡിയം is 6 microfarad in addition dielectric medium, then the capacitance become 30 microfarad, then permittivity of medium. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്കറിയാവുന്ന കാര്യം ഇസ് എ C in a medium divided by C in air is equal to K. This is the dielectric constant. അതാണ് എന്തുള്ളത്? ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് കപ്പാസിറ്റൻസിൻ്റെ മീഡിയം ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, എത്രയാണ്? 30 ആണ്. സോ 30 ആൻഡ് ദി എയറിലുള്ളത് എത്രയാണുള്ളത്? സോ ഇറ്റ് ഈസ് 6 ആണ്. സോ സ്വാഭാവികമായിട്ട് നമുക്ക് ആൻസർ എന്ത് കിട്ടും? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 5. സോ കെൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുന്നത്? ഇറ്റ്സ് 5. കെൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 5 ആണ്. സ്വാഭാവികമായിട്ടും കെൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം കെ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എഫ്സിലോൺ ഡിവൈഡഡ് ബൈ എഫ്സിലോൺ നോട്ട്. സോറി, എഫ്സിലോൺ നോട്ട് ഡിവൈഡഡ് ബൈ എഫ്സിലോൺ. ഓക്കെ, ശ്രദ്ധിക്കുക, കെ ഈസ് ഈക്വൽ ടു എഫ്സിലോൺ ഡിവൈഡഡ് ബൈ എഫ്സിലോൺ നോട്ട്. ശ്രദ്ധിക്കണേ, കെൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? എഫ്സിലോൺ ഡിവൈഡ് ബൈ എഫ്സിലോൺ നോട്ട്. കാരണം സി ഇൻ എ മീഡിയം ഡിവൈഡ് ബൈ സി ഇൻ എയർ ആണ്. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കും എഫ്സിലോൺ ഇൻ എ മീഡിയം ഡിവൈഡ് ബൈ എഫ്സിലോൺ ഇൻ എയർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കെൻ്റെ വാല്യൂ, എഫ്സിലോണിൻ്റെ വാല്യൂ കാണാൻ പറ്റുള്ളത് അല്ലേ? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. സോ എഫ്സിലോൺ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? കെ ഇൻറ്റു എഫ്സിലോൺ നോട്ട്. കെൻ്റെ വാല്യൂ നമുക്കറിയാം 5 ആണ്. എഫ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ നമുക്ക് അറിയാമായിരുന്നു, എത്ര? 8.85 × 10⁻12. സ്വാഭാവികമായിട്ട് നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. സോ ദി ആൻസർ ഇസ് 0.44 × 10⁻10. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണല്ലോ. 5 ഇൻറ്റു ഇൻ ദി എഫ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ നമുക്കറിയാം 8.85 × 10⁻12. സോ നമുക്ക് എന്ത് കിട്ടും? 5 ഇൻറ്റു, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.44 × 10⁻10. സോ ഇറ്റ് ഈസ് ആൻസർ. നെക്സ്റ്റ്, സോ 79 ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ അല്ലേ? അത്ര ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസുകളൊന്നും ഇല്ല. ഓക്കെ, ശ്രദ്ധിക്കണേ 80ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. Okay, 18th question. An electron is accelerated from the rest through a potential difference V. The de Broglie wavelength കാണാനുള്ള ഇക്വേഷൻ ആണ്. അത് തന്നിട്ടുള്ള ഒരേ ഒരു ഫാക്ടർ വേവ് ലെങ്ത് മാത്രമാണ് തന്നിട്ടുള്ളത്. എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉണ്ടായിരുന്നു, ലാംഡ ഈസ് ഈക്വൽ ടു 1.227 ഡിവൈഡഡ് ബൈ √V എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാം. വേവ് ലെങ്ത് ക്വസ്റ്റൻ എന്തായിരുന്നു? ലാംഡൻ്റെ വാല്യൂ എത്രയുള്ളത്? 1.227 ഇൻറ്റു 10⁻2 ഈസ് ഈക്വൽ ടു 1.227 ഡിവൈഡഡ് ബൈ √V. സ്വാഭാവികമായിട്ടും ടേം ക്യാൻസൽ ആയിപ്പോയി.
Therefore, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ റൂട്ട് വി ഈസ് ഈക്വൽ ടു 10⁻² പുറത്തേക്ക് വരുമ്പോൾ 10 സ്ക്വയർ ആയിട്ട് മാറും. റൂട്ടാണ് കാണേണ്ടത്, പൊട്ടൻഷ്യലാണ്. അപ്പോൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 10⁴. സോ ദി ആൻസർ ഈസ് ഈക്വൽ ടു 10⁴ വോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് 81 യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസിന് ഡയറക്റ്റ് ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, നമ്മൾ പഠിച്ചിരുന്നതാ. ഒരു എ ഏരിയ ക്രോസ് സെക്ഷൻ വരുന്നതാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ പറഞ്ഞിരുന്നു MGL ഡിവൈഡഡ് ബൈ ഏരിയ അല്ലെങ്കിൽ πr² × Δl. സോ ആൻസർ ഇതായിരിക്കും. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 82 ദ ബ്രീസ്റ്റേഴ്സ് ആംഗിൾ ഫോർ ആൻ ഇൻ്റർഫറൻസ് ഷുഡ് ബി. ബ്രീസ്റ്റേഴ്സ് ആംഗിൾ കാണാനാണ്. സ്വാഭാവികമായിട്ടും ബ്രീസ്റ്റേഴ്സ് ആംഗിൾ നമുക്കറിയാം tan θp = μ ആണെന്നറിയാം, അല്ലെങ്കിൽ tan θip = μ. സോ ഇറ്റ് ഈസ് ദി ബ്രീസ്റ്റേഴ്സ് ലോ. സ്വാഭാവികമായിട്ടും ഈ മ്യൂവിനൊരു പ്രത്യേകത ഉണ്ട്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എയറിൻ്റെ മ്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കണം, ഫോർ എനി ബോഡി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ മ്യൂവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ തീറ്റിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഈസ് ആൾവേസ് 45-നേക്കാൾ ലാർജർ ആയിരിക്കും. പക്ഷെ 90-നേക്കാൾ കൂടാനും പറ്റില്ല, അല്ലെ? നോർമലി ആണെങ്കിൽ പിന്നെ റിഫ്രാക്ഷൻ നടക്കില്ലല്ലോ. സോ ആൻസർ എത്രയായിരിക്കും? ഇൻ ബിറ്റ്വീൻ 45 ആൻഡ് 90 ഡിഗ്രി ആണ്. സോ ആൻസർ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് 83-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. 83-ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരുന്ന സമയത്ത് ഒരു പുള്ളി എന്തുണ്ടായിരുന്നു? 4 കിലോഗ്രാം. ആ പുള്ളിയിൽ എന്തുണ്ടായിരുന്നു? 2 മാസുകൾ ഉണ്ടായിരുന്നു. ഒന്ന് 4 കിലോഗ്രാം ആണ്, മറ്റൊന്ന് എത്രയായിരുന്നു? 6 കിലോഗ്രാം ആയിരുന്നു. 4 കിലോഗ്രാം ആൻഡ് 6 കിലോഗ്രാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കാണാമെന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6. ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പഠിച്ചിരുന്നത്? m2 - m1 ഡിവൈഡഡ് ബൈ m1 + m2 ഇൻറ്റു g എന്ന് പറഞ്ഞ ഡയറക്റ്റ് ഇക്വേഷനാണ്. സോ പറഞ്ഞ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു m2 എന്ന് പറഞ്ഞാൽ 6, m1 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു g എന്നാണ് കിട്ടുന്നത്. സോ 6 നിന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും? 2/10 എന്ന് പറഞ്ഞാൽ 1/5. സോ ആൻസർ ഈസ് ഈക്വൽ ടു g/5 ഈസ് ദി ആൻസർ. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു g/5. 3 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് 84-ാമത്തത് ഡയമെൻഷൻസ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ mL/T⁻². ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ L². സോ LL ക്യാൻസൽ. ദെർഫോർ ആൻസർ mL/-1 T⁻² ഈസ് ദി ആൻസർ. mL/-1 T⁻² ഈസ് ദി ആൻസർ. നെക്സ്റ്റ് 85-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. എന്താ പറഞ്ഞിട്ടുള്ളത്? സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രോബ്ലമാണ്. ശ്രദ്ധിക്കണം, ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാണ്? സ്ക്രൂ ഗേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ സ്ക്രൂ ഗേജിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ലീസ്റ്റ് കൗണ്ട് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ലീസ്റ്റ് കൗണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് ഡിവിഷൻസ് ലീസ്റ്റ് കൗണ്ട് വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഡിവിഷൻസ് തന്നിട്ടുണ്ട്. എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? പിച്ച് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പിച്ച് കാണാനാ. അപ്പോൾ ഓർത്തിരിക്കണം, ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ ഇക്വേഷൻ? പിച്ച് ഡിവൈഡഡ് ബൈ എന്താ പറയാം? ഇറ്റ് ഇസ് ദി നമ്പർ ഓഫ് റൊട്ടേഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്പർ ഓഫ് റൊട്ടേഷൻ അല്ല, എന്താ പറയുക? നമ്പർ ഓഫ് ഡിവിഷൻ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്വസ്റ്റ്യനിൽ എന്താ കാണാൻ പറ്റുള്ളത്? പിച്ചാണ് കാണാൻ പറ്റുള്ളത്. അങ്ങനെ പറഞ്ഞേ, പിച്ച് ഈസ് ഈക്വൽ ടു ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ്. ലീസ്റ്റ് കൗണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എത്രയാണ്? 0.01 ആണ്. ഡിവിഷൻ എത്ര ഉള്ളത്? 50 ഡിവിഷൻ ആണ്. സോ ദി ആൻസർ ഈസ് ഈക്വൽ ടു 0.5 മില്ലിമീറ്റർ. സോ ആൻസർ ഈസ് ഈക്വൽ ടു 0.5 മില്ലിമീറ്റർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 0.5 മില്ലിമീറ്റർ ഈസ് ദി ആൻസർ. ഇനി 86-ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ 86-ാമത്തെ ക്വസ്റ്റ്യൻ. ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എ ബോണ്ട് DNA ഇൻ 10⁻20 ജൂൾ ദാറ്റ്സ് വാല്യൂ ഇൻ ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ടിലേക്കാണ്. 1 ജൂളിനെ ആ ജൂളിനെ എന്തിലേക്ക് മാറ്റിയാൽ മതി? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റിയാൽ മതി. കറക്റ്റ് ആൻസറാണ്. 6.24 × 10⁻18 കിട്ടും. അതിന് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും 0.06 എന്ന് കിട്ടും. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് 87-ാമത്തെ ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസ് കാണാനുള്ളതാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കളർ ബാൻഡുകൾ യൂസ് ചെയ്ത് BB റോയ് ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ് നമ്മൾ പഠിച്ചിരുന്നു. അവിടെ നിന്ന് കളർ കോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ 4 കിട്ടും. കാരണം ഫസ്റ്റ് കളർ യെല്ലോ ആണ്. യെല്ലോ ആകുമ്പോൾ വാല്യൂ എത്രയായിരിക്കും? 4 ആയിരിക്കും. രണ്ടാമത്തത് വയലറ്റ് ആണ്. വയലറ്റ് ആകുമ്പോൾ എത്രയായിരിക്കും? 7 ആയിരിക്കും. നെക്സ്റ്റ് ബ്രൗൺ ആണ്. ബ്രൗൺ ആകുമ്പോൾ പവർ 1. അപ്പോൾ 10⁻1. അപ്പോൾ 7, 4, 7, 10⁻1. 10⁻1 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? അപ്പോൾ 470. പിന്നെ ലാസ്റ്റ് ഗോൾഡ് ആണ്. ഇറ്റ്സ് ടോളറൻസ് വാല്യൂസ് 5% ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 88th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. 88-ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കി. 88-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്താ കാണാൻ പറ്റുന്നത്? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ടെലസ്കോപ്പാ. സോ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു 1.22 λ ഡിവൈഡ് ബൈ a ആണ്. എല്ലാം വന്നിട്ടുണ്ട്.
ലാംഡൻ്റെ വാല്യൂ 1.22 ഇൻറ്റു ലാംഡൻ്റെ വാല്യൂ എത്ര 600 ഇൻറ്റു 10⁻⁹ അല്ലേ, നാനോമീറ്ററിലാണ്. 10⁹ ഡിവൈഡഡ് ബൈ എൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് 2 മീറ്റർ. സോ ആൻസർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ്സ് വാല്യൂ ഈസ് ആൾസോ 3.6 ഇൻറ്റു 10⁻⁷ 3.36 ഇൻറ്റു 10⁻⁷. ഓപ്ഷൻ എത്ര കിട്ടുന്നത്? 1. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഇനി 89ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ദ ഇൻക്രീസ് ഇൻ ദി വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഇൻ ദി പി എൻ ജംഗ്ഷൻ ഡയോഡ് ഡ്യൂ ടു. പി എൻ ജംഗ്ഷൻ ഡയോഡുകളിൽ ആ വിഡ്ത്ത് എപ്പോഴാണ് കൂടുക? ഫോർവേഡിലാണോ റിവേഴ്സിലാണോ? റിവേഴ്സ് ബയാസിങ്ങിലാണ് കൂടുക, സംശയമൊന്നുമില്ല. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ. ദ എനർജി ഇക്വലൻ ടു 0.5 ഗ്രാം മാസ് തന്നിട്ടുണ്ട്. എനർജി കാണാനാണ്. ഏത് യൂസ് ചെയ്താൽ മതി? ഈസ് ഈക്വൽ ടു mc² എന്നാണ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ ബി ആൻസർ കിട്ടും. 2. സോ ഇത്രയായിരുന്നു നമുക്ക് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ വർഷത്തെ നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുകളും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഡയറക്റ്റ് ഇക്വേഷൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നൊരു എക്സാമിലായിരുന്നു ഈ നീറ്റ്. ഓക്കെ, എന്തായിരുന്നാലും ഈ കൊറോണകൾക്കിടയിലും അല്ലെങ്കിൽ COVID-19 സമയത്തും നമ്മൾ ആ പ്രതിരോധങ്ങളെ അത്തരത്തിലുണ്ടാകുന്ന റെസിസ്റ്റൻസിനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിനൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? മുന്നേറി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങളെ കൺസിഡർ ചെയ്ത് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ ഈ ഒരു അവസ്ഥയ്ക്ക് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുണ്ടാകുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവാം. എന്തായിരുന്നാലും നിങ്ങളെല്ലാവരും ചരിത്രം കുറിച്ചവരാണ്. ഈ ഒരു സമയത്ത് പോയിട്ട് നീറ്റ് എക്സാം എഴുതി എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി വരും തലമുറകളോട് നിങ്ങൾക്ക് പറഞ്ഞു നടക്കാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരം കൂടിയാണ്. എന്തായിരുന്നാലും എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. എല്ലാവരും നല്ല ഉന്നതിയിലെത്തി എത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.